നാട്ടിലെ എല്ലാ റെവല്യൂഷണറി മൂവ്മെൻറ്റുമായിട്ട് ഞാൻ അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. എനിക്കൊരു ഐഡിയോളജി ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ഹ്യൂമനിസ്റ്റാണ്. ഞാൻ ഹ്യൂമൻ കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം ചിന്തിക്കുന്നവനാണ്. ഞാൻ ഖത്താറിനൊപ്പം ജീവിച്ചിട്ടുണ്ട്, ഇപ്പോൾ പീപ്പിൾസ് വാർ ഓർഗനൈസേഷൻ. കാരണം അവരുണ്ടാക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ വൻമുറ മീൻസ് അക്രമ കാര്യങ്ങളിലല്ല, ഞാൻ തമിഴിൻ്റെ ഒരു വാക്ക് പറഞ്ഞത്, അതിലല്ലാത്ത വന്നിട്ടുള്ള ന്യായമായ ചോദ്യങ്ങളുണ്ട്. ഈ കല്ലുണ്ടാക്കിയത് നമ്മളാണ്, അത് ശരിയാക്കുമ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല എന്നുള്ള അവരുടെ ചോദ്യത്തിന് അർത്ഥമുണ്ട്. ഖത്താറിനെ പോലെയുള്ള വലിയൊരു കലാകാരനാണ് അദ്ദേഹമാണ് ആ കംപ്ലീറ്റ് ട്രൈബൽസിനെ കൊണ്ടുവന്നിരുന്നത്. ഞാനൊരു സിനിമ അവർക്ക് വേണ്ടി ഉണ്ടാക്കി. പക്ഷെ അത് LTT ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് LTT അപ്പോൾ ബാൻ ചെയ്തപ്പോൾ ആ സിനിമ പിന്നെ നമുക്ക് തുറന്ന് എടുക്കാൻ പറ്റിയില്ല. PC ശ്രീറാമായിരുന്നു എൻ്റെ ക്യാമറമാൻ. കാരണം ഞാൻ LTTയുടെ കാര്യങ്ങളിൽ എനിക്ക് സിമ്പതി ഉണ്ടായിരുന്ന ആ സമയത്ത് ഇവരുടെ ഈ വൻമുറയിലല്ല, മീൻസ് അക്രമത്തിലല്ല. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാരണം മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ കരയാൻ പറ്റുന്നില്ല, ജീവിച്ചിരിക്കുന്ന മകനെ രക്ഷപ്പെടുത്താൻ. ആ അമ്മയുടെ കരച്ചിൽ നമ്മൾ അറിയാം. അങ്ങനെയുള്ള തമിഴന്മാരെ നമ്മൾ കണ്ട് നമ്മളതിൻ്റെ ഒരു വർഗ്ഗമല്ലേ, നമുക്കൊരു ബോധം ഉണ്ടാവില്ലേ, നമ്മുടെ ഒരു തമിഴ് സ്നേഹം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമല്ലേ. ലാംഗ്വേജ് കൊണ്ടായാലും നമ്മുടെ ഒരു ദ്രാവിഡ സ്നേഹം ഇന്നും എല്ലാവരിലും ഉണ്ടാവും. അതൊരു മൂവ്മെൻറ്റാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ടായിരിക്കാം എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഇത് വരികയും ഞാൻ തെരുക്കൂത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനൊക്കെ പോകുന്നത്. ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ നോക്കി ഇതൊക്കെ കറക്റ്റ് ടൈമിൽ വന്ന് പെട്ടപ്പോൾ ഐ തോട്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ആക്ച്വലി ഗെറ്റ് ഇൻ ടു അനദർ വേൾഡ് ആൻഡ് എക്സ്പെരിമെൻറ്റ് മൈ ലൈഫ്. അതിന് എനിക്ക് സാധ്യതയുണ്ടായി. സാധ്യതയില്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്കതിന് തുടങ്ങി. ഞാൻ ജനിച്ച വീടും ഞാൻ ചെയ്ത കാര്യങ്ങളും എൻ്റെ പാശ്ചാത്തലമൊക്കെ വന്നിട്ട് എനിക്കതിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. ഇപ്പോഴും എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇപ്പോൾ ഞാൻ എത്രയോ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓടിയ പല സിനിമകളിലും ഞാൻ ഭാഗമാവേണ്ടവനായിരുന്നു. ഇപ്പോഴും ഈ കഴിഞ്ഞതിലും ഓടിയ ഹിറ്റായ, ഇപ്പോൾ ഓടിയ ഏറ്റവും ഹിറ്റായ ഹോട്ടലും ഞാൻ അവസാന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതെ മാറിയതാണ് അത്. അപ്പോൾ അതൊന്നും ഞാൻ അതിനകത്ത്, ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇപ്പോഴും. ആൻ്റോൻ്റെ പടം, രകചിത്ര. അപ്പോൾ അതിനകത്തൊന്നും ശരിക്കും എന്താ പറഞ്ഞാൽ അതൊരു വിഷയമല്ല. കാരണം ഞാൻ അതിനകത്ത് ഞാൻ ഇടപെട്ടിരിക്കുന്ന എൻ്റെ ഐഡിയോളജി പരമായിട്ട് ഞാൻ ഓരോ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ചിന്തകളുണ്ട്. ശരിയാണ്. എന്നെ ഒരു പരിധിയിൽ വന്നിട്ട് നിങ്ങളല്ല ഞാൻ അറിയപ്പെടുന്നത് ഒരു ഡിസ്കോ രവീന്ദ്രനായിട്ടായിരിക്കാം. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു, കുഴപ്പമില്ല. നിങ്ങളതിനെ കാണുന്നു, ഞാൻ ഡാൻസ് ചെയ്യും, ശരിയാണ്, എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ എൻ്റെ ഇൻ്റലക്ച്വാലിറ്റിയിൽ ഞാൻ വന്നുള്ളതിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പുറത്ത് പോയപ്പോൾ ഞാനൊരു സ്പേസ് ഉണ്ടാക്കി. ഇതെത്താത്ത വേറൊരു അറബ് നാടുണ്ട്. അവിടെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളെക്കുറിച്ചിട്ടും അതിൻ്റേതായിട്ടുള്ള പല തിയറീസിനെ കുറിച്ചിട്ടും, ലൈക്ക് ന്യൂറോ സയൻസിനെ കുറിച്ചും സൈക്കോളജിയെക്കുറിച്ചിട്ടും ഫിലോസഫിക്കൽ സിനിമയെക്കുറിച്ചിട്ടും എല്ലാം എനിക്ക് ക്ലാസ് എടുക്കാനുള്ള സാധ്യതയായി. ഞാൻ അതിന് ഉപയോഗിക്കാനുള്ള എൻ്റെ ഒരു ഭാഗം ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിന് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെന്താ, ഞാനതല്ലേ നോക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ആ ഹാപ്പി ആവാൻ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക, അത് മേടിച്ചെടുക്കലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജോലി. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനകത്ത് എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ മനസ്സിനകത്തിരിക്കുന്ന ഞാൻ ചെയ്യാനുള്ള കടമകളെ ഞാൻ ചെയ്യാനായിട്ട് നിർത്തിക്കൊണ്ടേയിരിക്കും. അതിൽ ഞാൻ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്തു, സ്റ്റഡീസ് ചെയ്തു, ഡീപ്പായിട്ട് ഫിലിംസിലോട്ട് പോയി പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പൊതുവെ ഇപ്പോഴത്തെ കാലത്താണെങ്കിലും ചിലവരെങ്കിലും ഫിലിമിനെ പറ്റി ഒന്നും അറിയാണ്ട് ചുമ്മാ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഫിലിം എടുക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കഥ എഴുതുന്നു, ചിലപ്പോൾ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ശരിക്കും ഫിലിമിനെ പറ്റി അറിഞ്ഞ് പഠിച്ചിട്ട് ചെയ്യണം എന്നാണ് അഭിപ്രായം. ഇതിൽ രണ്ട് കാര്യമുണ്ട്. നമ്മളിതിനകത്ത് ഇതിന് ഉത്തരം പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിന് കാര്യം മനസ്സിലാവും. സിനിമ എന്ന് പറയുന്നത് ആക്ച്വലി വന്നിട്ടുള്ളത് നമ്മൾ കലയും ടെക്നോളജിയും കൂടി ചേർന്ന ഒന്നാണ്. അതാണ് ഈ സിനിമയുടെ, ഈ കലയുടെ പ്രത്യേകത. അപ്പോൾ ടെക്നോളജി എന്ന് പറയാൻ നേരത്ത് അതിനകത്തൊരു ക്രാഫ്റ്റ് ഉണ്ട്, മനസ്സിലായ? ആ ക്രാഫ്റ്റ് നമ്മൾ പഠിച്ചാലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ആശാരിയുടെ പണി, അതൊരു ക്രാഫ്റ്റ് ഉണ്ട് അതിനകത്ത് ഒരു ആർട്ടും ഉണ്ടെന്ന് വെച്ചോ. പക്ഷെ ഞാൻ അതിനകത്ത് ചിന്തയിടാനായിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ടെക്നിക്ക് പഠിച്ചില്ലെങ്കിൽ എനിക്ക് ചിന്തയിടാൻ പറ്റില്ല. അത് ക്രാഫ്റ്റാണ്, മനസ്സിലായോ? ഞാൻ നെയ്ത്ത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ചുമ്മാ. ആ നെയ്ത്തിൽ നമ്മൾ പീസ് കെട്ടിയിട്ട് നമ്മൾ നെയ്യ് തന്നെ ചുമ്മാ. ഞാൻ അറബിയിലാണ് പഠിച്ചത്. അവിടെ എല്ലാം ഉണ്ട്, ഡാൻസ് മറ്റത് എല്ലാം, നെയ്ത്ത് എല്ലാം ഉണ്ട്, ആർട്ടിൻ്റെ. അപ്പം ഞങ്ങൾക്ക് എല്ലാം ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം ചെയ്യണം. അപ്പം ഞാൻ ഇതും പോയി പഠിച്ചിട്ടുണ്ട്, ഈ നെയ്ത്താനോ ഓടോ എത്താനോ.
അത് നമ്മൾ ശരിക്കും പഠിച്ചില്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഈ കടിക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിങ്ങനെ മാറി അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ താളം ശരിയല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ആ മൊത്തം നൂല് കട്ടി. അപ്പോൾ നമ്മൾ ഒരു ക്രാഫ്റ്റ് പഠിക്കണം. ആ സമയത്ത് കല എന്ന് പറയുന്നത് നമ്മളിലുള്ള സർഗവാസനയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള മിക്സാണ്. അപ്പം നമ്മൾ സർഗവാസന ഉള്ളവനെ കൊണ്ട് ചില സമയത്ത് ചിലപ്പോൾ വന്നിട്ട് നല്ല ആൾക്കാരെ ഒരുമിപ്പിച്ച് വെച്ചിട്ട് അവൻ അതിനെ ഓർഗനൈസ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവനെ കൊണ്ട് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. അങ്ങനെ ചെയ്ത ആൾക്കാരും ഉണ്ട്, അവർ പിന്നീട് നന്നായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട്. കലാകാരന് ഒരു ടെക്നീഷ്യൻ ആവണമെന്ന് നിർബന്ധമില്ല. അല്ല, പക്ഷെ അവൻ്റെ കയ്യിലേക്ക് അത്രയും അവനെ ഒരു നല്ല ടെക്നീഷ്യൻസിനെ അവൻ എത്തിക്കണം. കോർഡിനേറ്റ് ചെയ്യാനും പറ്റിയെങ്കിൽ അവനെ കൊണ്ട് എത്താൻ പറ്റിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനെ വിജയിച്ചവരുമുണ്ട്. പക്ഷെ അവന് ഏകദേശം അവൻ പിന്നീട് ഇതിനെ കുറേശ്ശെ പഠിച്ചെടുക്കും. അപ്പോൾ അവൻ്റെ സിനിമകളിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ എല്ലാത്തരം ആൾക്കാരെയും ഞാനിവിടെ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് അപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചോളം അവനിപ്പോൾ പല ചിത്രകാരന്മാരും, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് ഹുസൈൻ സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര അറിയപ്പെട്ട ഏറ്റവും വലിയ ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് നല്ല ടെക്നീഷ്യൻസിനെ എടുത്തു, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ആ സിനിമയ്ക്ക് അതിൻ്റേതായ മേന്മ കിട്ടി. നമ്മൾ ഫീൽ ചെയ്യണം ശരിക്കും സിനിമ. അതാ ഞാൻ പറഞ്ഞത്. സിനിമ, നിങ്ങൾ ലഗാൻ സിനിമ കണ്ടിട്ടുണ്ടോ? ലഗാൻ സിനിമ അതിനെ നമ്മൾ മാനേജ്മെൻറ്റ് പഠിപ്പിക്കാൻ വേണ്ടി കളിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തൊരു ടീം ബിൽഡിംഗ് ഉണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഹൗ യു ബിൽഡ് യുവർ ടീം. അപ്പോൾ സിനിമയിൽ ക്രാഫ്റ്റ് വളരെ മസ്റ്റാണ്. ആരെങ്കിലും നന്നായിട്ട് ക്രാഫ്റ്റ് അറിയാവുന്നവർ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സർഗവാസന നന്നായിട്ടുള്ളവരും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ നല്ല സിനിമകൾ ഇറങ്ങി വരുന്നവരാ.